200 രൂപയ്ക്ക് പെട്രോള് വേണ്ട 199 രൂപയ്ക്ക് പെട്രോള്. ഇങ്ങനെയാണോ നിങ്ങളും പെട്രോൾ അടിക്കുന്നത്? 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചെന്ന് പറഞ്ഞാൽ അതില് കുറവുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നാൽ ഇത് കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഉള്ളിൽ പോയിട്ട് ചോദിക്കാം. ഹലോ, വന്നോട്ടെ, തിരക്കിലാണോ? നമ്മുടെ ചാനൽ കാണാറുണ്ടോ? അതെ, ഇതൊന്ന് ജസ്റ്റ് വെച്ചോളേ. എന്താണ് ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം? സൂപ്പർ, നല്ല വീഡിയോ ആണ്. അതെ, ഇഷ്ടപ്പെടുന്നുണ്ടോ വീഡിയോസ് ഒക്കെ? സൂപ്പർ ആയിട്ടുണ്ടോ? എന്താന്ന് വെച്ചാൽ ഞാൻ വരാൻ കാരണം നമ്മുടെ സാധാരണക്കാർക്കുള്ള ഒരു സംശയമാണ്. ഈ റൗണ്ട് ഫിഗറിൽ നമ്മൾ പെട്രോൾ അടിക്കുന്ന സമയത്ത് അത് പെട്രോൾ പമ്പുകൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ ഇടയ്ക്കുള്ളത് 199, 299, 101 രൂപയ്ക്കൊക്കെ ഞാൻ ഇവിടെ വന്ന് അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന് വല്ല സത്യമുണ്ടോ? അങ്ങനെ ആളുകളുടെ തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഞാൻ ഈ പമ്പില് മാനേജറായി ജോലിക്ക് കയറുന്നതിന് മുമ്പ് വർഷങ്ങളോളം എനിക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എനിക്കും വണ്ടികളുള്ളതായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ വാസ്തവം ഇവിടെ വന്നപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത്. അങ്ങനെയൊന്നും ഒന്നുമില്ല. നമ്മൾ എത്ര രൂപന്റെ കൊടുക്കുന്നോ അത്ര രൂപയ്ക്ക് കറക്റ്റായിട്ട് പെട്രോള് നമ്മളെ വണ്ടിയിൽ വീഴുന്നുണ്ട്. ഇവിടെ നമ്മൾ പമ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് 6 മണിക്ക് ഓപ്പൺ ചെയ്യേണ്ടത് 5 മണി 5:30 മുതൽ നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യും. നമ്മൾ ഇതില്ലല്ലോ, ഇതില് 5 ലിറ്റർ എല്ലാത്തിനും 5 ലിറ്റർ എടുക്കും. കറക്റ്റ് 5 ലിറ്റർ വന്നാൽ മാത്രമേ ടെസ്റ്റ് എന്ന് പറയാവൂ. 5 ലിറ്റർ വന്നാൽ മാത്രം ആ കുറ്റി അന്നത്തെ ദിവസം സെയിൽസിനായിട്ട് ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ ആ കുറ്റി ഒഴിവാക്കി മാറ്റിവെക്കും. പിന്നെ നമ്മൾ ക്വാളിറ്റി അതുമാതിരി ചെക്ക് ചെയ്തിട്ട് നമ്മള് ഡെൻസിറ്റി ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ ഓരോ ദിവസത്തെയും എൻട്രി ചെയ്യും. കമ്പനിക്കാര് ഒന്നരാടം ചില സമയത്ത് ആഴ്ചയിൽ മാസത്തിലൊക്കെ വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്യും. അതുമാതിരി അങ്ങനെ ഒരു ആളുകളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. അങ്ങനെ ഒരു ഇതില്ല. നമ്മള് 100 രൂപയ്ക്ക് അടിച്ചാലും 110 അടിച്ചാലും എത്ര രൂപന്റെ എമൗണ്ട് നമ്മൾ എത്ര രൂപ കൊടുക്കുന്നുണ്ട് ആ എമൗണ്ടിനുള്ള പെട്രോൾ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. മുമ്പ് ഇപ്പോഴത്തെ ഇന്നത്തെ ഫെസിലിറ്റീസ് അങ്ങനെയുള്ള ഒരു കള്ളത്തരങ്ങളും ഇല്ല. ലീഗൽ മെട്രോളജിന്റെ മാസത്തിലൊന്നല്ല, ഇടയ്ക്കിടയ്ക്ക് അവർ ചെക്കിങ്ങിന് വരാറുണ്ട്. നമ്മള് പ്രതീക്ഷിക്കാണ്ട് തന്നെ അവർ വന്ന് ചെക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ സ്റ്റാമ്പിങ് ചെയ്യുന്നത് വർഷത്തിലൊരിക്കൽ അവര് ലോക്ക് ചെയ്തിട്ട് പോകും. പിന്നെ പിറ്റത്തെ വർഷം വന്നിട്ടാണ് അവർ ലോക്ക് അഴിച്ചിട്ട് വീണ്ടും അതൊന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് അത് അഴിക്കാൻ തന്നെ പറ്റില്ല. അങ്ങനെ ചെയ്യില്ല ആരും. പിന്നെ ഇത്രയും നമ്മള് ഇപ്പൊ 10,000 ലിറ്റർ പെട്രോളും 10,000 ലിറ്റർ ഡീസലും വന്നാല് നമ്മളുടെ ഇവിടുത്തെ സെയിൽസും നമ്മളുടെ ഓട്ടോമേഷൻ സിസ്റ്റം ആണിത്. ഇവിടെ എത്ര സെയിൽ ആകണ്ടെന്നുള്ളത് ഇതിലൂടെ അവർക്ക് കമ്പനിക്ക് അറിയാൻ പറ്റും. മുമ്പൊന്നും അങ്ങനെ ഇല്ല. ഓട്ടോമേഷൻ സിസ്റ്റം ആണ്. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴൊക്കെ ഫെസിലിറ്റീസ് ഒക്കെ വന്നതുകൊണ്ട് പിന്നെ ഒരു കള്ളത്തിനും നടക്കില്ല. ഇല്ല. അല്ല, പൊതുവെ ഞാൻ ഒരുപാട് ഇവിടെ വന്ന സമയത്താലും കണ്ടിട്ടുണ്ട്. എനിക്ക് അടക്കം ഉള്ളൊരു സംശയമാണ് ഇത് അങ്ങനെയാണ് എന്നുള്ളത്. നമ്മുടെ പമ്പിന്റെയാണ് അല്ലേ അത്? ഇതാണല്ലേ ടാങ്ക് സ്റ്റാറ്റസ്. നമ്മളുടെ ഇവിടെ സെയിൽ ആകുന്നതിനനുസരിച്ച് ഓരോ നോസിലും എത്ര സെയിൽ ആകുന്നുണ്ടോ അതെല്ലാം എറണാകുളത്ത് കൊച്ചിൻ ഓഫീസിലേക്ക് ഓരോ എൻ്റർ ആയിക്കൊണ്ടേയിരിക്കും. ഓട്ടോമേഷൻ സിസ്റ്റം നമ്മളുടെ എത്ര സെയിൽ ആകുന്നുണ്ടോ എത്ര നമ്മൾ ലോഡ് ഇറക്കുന്നുണ്ടോ എല്ലാം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിൽ യാതൊരു കള്ളത്തിനും കാണിക്കാനും കഴിയില്ല. അപ്പൊ അത് നമ്മുടെ എല്ലാവരുടെയും അങ്ങനെ ഉണ്ട് എന്നുള്ളതൊരു തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഇതാണല്ലേ ഓരോ കുറ്റിയിലും എത്ര എങ്ങനെയൊക്കെ അടിക്കുന്നുണ്ടെന്നുള്ള എല്ലാം ഓട്ടോമേഷനിലൂടെ അങ്ങോട്ട് പോവുകയും ചെയ്യും. ഒരു കള്ളത്തരവും ഇതിലില്ല. ചിലവരിപ്പോഴും പണ്ടത്തെ പോലെ കള്ളപ്രചരണങ്ങൾ വെറുതെ ഒരു റീച്ച് കിട്ടാൻ വേണ്ടി പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അങ്ങനെ ഇടുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഇത് ഇല്ല. അതാണ് അപ്പൊ ആള് പറഞ്ഞല്ലോ. ഇനി അങ്ങനെ ആർക്കെങ്കിലും ഇതിനെ കുറിച്ചൊരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ക്ലിയർ ആയിരിക്കണം. അപ്പൊ ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയി എന്ന് വിചാരിക്കും.